ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഗ്യാസിന്റെ ക്ഷാമം. കായംകുളത്ത് പത്തിരി നിർമ്മാണ യൂണിറ്റിൽ തിക്കും തിരക്കും. ദൃശ്യങ്ങൾ കാണാം. ബുക്ക് ചെയ്ത പത്തിരി കിട്ടാത്തതിൽ പ്രതിഷേധം. മുക്കവലയിലെ റോയൽ പത്തിരി യൂണിറ്റിൽ ഉന്തും തള്ളുമാണ്. ഗ്യാസ് തീർന്നതിനെ തുടർന്ന് പലർക്കും ബുക്ക് ചെയ്ത പത്തിരി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പത്തിരി ക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് പത്തിരി നിർമ്മാണ യൂണിറ്റിലാണ് വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ഗ്യാസ് തീർന്നപ്പോൾ വിതരണം നിർത്തിവെക്കുകയായിരുന്നു. ഒടുവിൽ പോലീസ് എത്തിയിട്ടുണ്ട്, കായംകുളം പോലീസ്. നമുക്കിപ്പോൾ മനീഷ് മഹിബാൽ ഉണ്ട്. മനീഷ് മഹിബാൽ, പത്തിരിയിൽ പോരാണ്, കടക്കാരും പെട്ടോ? എന്താ അവസ്ഥ? പത്തിരി തിരക്കാണല്ലോ കാണുന്നത് രാവിലെ പെരുന്നാളിൻ്റെ അന്ന്. മനീഷ് മഹിബാൽ നമുക്കൊപ്പം ചേരും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ദൃശ്യങ്ങൾ പത്തിരിക്ക് വേണ്ടിയുള്ള പോരാണ് കേട്ടോ. പത്തിരി നിർമ്മാണ യൂണിറ്റിൽ രാവിലെ ഗ്യാസ് തീർന്നപ്പോൾ ബുക്ക് ചെയ്ത പലർക്കും നേരത്തെ ബുക്ക് ചെയ്ത പത്തിരി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം. അതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. പെരുന്നാളിനായി ആവശ്യമുള്ള പത്തിരി മുൻകൂർ ബുക്ക് ചെയ്തിട്ടും പത്തിരി കിട്ടാതെ വന്നപ്പോഴാണ് പത്തിരി ബുക്ക് ചെയ്ത ആളുകൾ കായംകുളത്ത് ഈ പത്തിരി നിർമ്മാണ യൂണിറ്റിലെത്തി, റോയൽ പത്തിരീസിലെത്തി ചെറിയ തിക്കും തിരക്കും ഉണ്ടാക്കിയത്. ഇപ്പോൾ നമ്മുടെ പ്രതിനിധി മനീഷ് മഹിബാൽ ഉണ്ട്. മനീഷ് മഹിബാൽ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? രാവിലെ പെരുന്നാളിൽ നിന്ന് പത്തിരിപ്പോര്. അതെ അരുൺകുമാർ, ഇന്നലെ രാത്രിയിൽ തന്നെ പത്തിരി ഓർഡർ ചെയ്ത ആളുകളുണ്ട്. അവർ രാവിലെ 7 മണി മുതൽ തന്നെ കായംകുളം മുക്കവലയിലുള്ള റോയൽ പത്തിരി സ്റ്റാളിലേക്ക് എത്തി. പക്ഷേ മുൻകൂട്ടി ബുക്ക് ചെയ്ത ആളുകൾക്ക് പത്തിരി നൽകാൻ ഈ സ്ഥാപനത്തിനായില്ല. കാരണം രാത്രിയിൽ തന്നെ പല ഗ്യാസ് കുറ്റികൾ ഇവർ ഉദ്ദേശിച്ച പോലെ പത്തിരി നിർമ്മിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇവരുടെ തർക്കം, ഈ അവിടെ വന്ന കസ്റ്റമേഴ്സിന്റെ തർക്കം എന്ന് പറയുന്നത്, അവിടെ നേരിട്ട് ബുക്ക് ചെയ്തവർക്ക് കിട്ടിയില്ല. പക്ഷെ അവിടെ എത്തി നേരിട്ട് ബുക്ക് ചെയ്യാതെ അവിടെ വെച്ച് ലൈവായി ഈ പത്തിരി ഉണ്ടാക്കിയ സമയത്ത് ചിലർ വാങ്ങിക്കൊണ്ടുപോയി. എന്തുകൊണ്ടാണ് നേരത്തെ ബുക്ക് ചെയ്ത ആളുകൾക്ക് നൽകിയില്ല? അതായത് പത്തിരി യൂണിറ്റിന്റെ ആളുകൾ പറയുന്നത്, പക്ഷേ ഇവർക്ക് ബുക്ക് ചെയ്ത ആളുകൾക്ക് ഉറപ്പ് നൽകിയിരുന്നില്ല. ഇവർ വിളിച്ചു പറഞ്ഞു അഡ്വാൻസ് തുക നേരത്തെ വാങ്ങിയിരുന്നില്ല. അതായത് അഡ്വാൻസ് തുക വാങ്ങാതെയാണ് പലരുടെ ബുക്കിംഗ് ഇവർ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കൊടുക്കാനുള്ള ഉത്തരവാദിത്തം സ്ഥാപനത്തിനില്ല എന്നാണ് റോയൽ പത്തിരി സ്റ്റാളുകാർ യൂണിറ്റ് അറിയിക്കുന്നത്. ഈ യൂണിറ്റിൽ ദിവസവും, അതായത് 10,000-കണക്കിന് പത്തിരി ദിവസവും വിറ്റഴിക്കുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷെ അവിടെ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഗ്യാസ് തീർന്നു പോകും, ആളുകൾക്ക് കൊടുക്കാൻ കഴിയില്ല എന്നതിലേക്ക് എത്തുമെന്ന് ഇവർ വിചാരിച്ചില്ല. പിന്നീട് ഇതിന് മുൻപിലേക്ക് ആളുകൾ എത്തി, തിക്കും തിരക്കുമായി. ഇവർ വന്ന ആളുകൾ തമ്മിൽ ഉന്തും തള്ളുമായി. അങ്ങനെ പ്രശ്നം കലുഷിതമായി എന്ന് മനസ്സിലായതോടെ കായംകുളം പോലീസ് സ്ഥലത്തെത്തി. അങ്ങനെ കായംകുളം പോലീസ് സ്ഥലത്തെത്തി ഏറെ പണിപ്പെട്ടാണ് ഈ പത്തിരി വാങ്ങിക്കാൻ എത്തിയ ആളുകളോട് അവിടെ നിന്നും ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ സംയമനം പാലിക്കണമെന്ന്, ഗ്യാസ് തീരുന്ന നിലവിലത്തെ സാഹചര്യം മനസ്സിലാക്കണമെന്നൊക്കെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ചിലരെ പ്രശ്നമുണ്ടാക്കി, ഉന്തുന്തള്ളുമുണ്ടാക്കി ചില ആളുകളെ അവിടെ നിന്നും പറഞ്ഞ് മനസ്സിലാക്കി അവിടെ നിന്നും അനുനയിപ്പിച്ച് വിട്ടത്. എന്താണെങ്കിലും ഇന്ന് രാവിലെ 7 മണി മുതലാണ് കായംകുളം മുക്കവലിലുള്ള ഈ റോയൽ പത്തിരി യൂണിറ്റിൽ ഇങ്ങനെ ബുക്ക് ചെയ്ത് പത്തിരി കിട്ടാത്ത ആളുകൾ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായത്. അവിടെ സ്ഥാപനത്തിലുള്ള ആളുകൾക്ക് നേരെ പ്രതിഷേധവുമായി എത്തിയത്. കായംകുളം പോലീസ് എത്തിയാണ് പ്രശ്നത്തിന് ഇപ്പോൾ പരിഹാരം ഉണ്ടാക്കിയത്. അരുൺകുമാർ. ഓക്കെ, റോയൽ പത്തിരി യൂണിറ്റിലാണ് ഉന്തും തള്ളും ഉണ്ടായിരിക്കുന്നത്. പത്തിരി നേരത്തെ ബുക്ക് ചെയ്തു, സംഭവം ശരിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണ്ടേ? പെരുന്നാളല്ലേ, ബന്ധുക്കളെയൊക്കെ വിളിച്ച് വീട്ടിൽ വരുത്തിയിട്ടുണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ റോയൽ പത്തിരി ഫുഡ്സിൽ ബുക്ക് ചെയ്തു. പത്തിരിയുമായിട്ട് രാവിലെ വീട്ടിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് വീട്ടുകാരിറങ്ങി പത്തിരി കടയിൽ വന്നപ്പോൾ പറഞ്ഞു ഗ്യാസ് തീർന്നു പോയി, പത്തിരി ഇല്ല എന്ന് പറഞ്ഞു. രാവിലെ പെരുന്നാളിനെന്ത് വീട്ടുകാരെങ്ങനെ പത്തിരി ഉണ്ടാക്കും? മാവ് കുഴച്ചിട്ടില്ല, അതിനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല. അത്യാവശ്യം ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തി. നമുക്ക് ഇന്ന് പത്തിരിയൊക്കെ കൂടി പെരുന്നാൾ ആഘോഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എന്തിയെ പറ്റും? പത്തിരി കിട്ടാത്ത സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അവർ പ്രതിഷേധിക്കും. മാത്രമല്ല, പല ഹോട്ടലുകളും അടഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ്. കോഫി ഹൗസിലാണെങ്കിൽ ദോശ, മസാല ദോശ, നെയ് റോസ്റ്റ് ഇല്ല.